തൃശൂർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. വ്യാജരേഖ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ തൃശൂർ ACP അന്വേഷിക്കും. അതേസമയം സുരേഷ് ഗോപിയുടെ അനിയനും ഭാര്യയ്ക്കും കൊല്ലത്തും തൃശൂരിലും ഇരട്ട വോട്ടിന്റെ രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വരവൂർ പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരനും ഭാരതീയ വിചാരകേന്ദ്ര മേഖലാ സെക്രട്ടറിയുമായ ഷാജി വരവൂർ, ഭാര്യ ദീപ്തി, അമ്മ കമലാക്ഷി എന്നിവരുടെ വോട്ടുകളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റിയതിന്റെ തെളിവുകളും പുറത്തുവന്നു. ശരത് ഓങ്ങല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു വീട്ടമ്മ തൻ്റെ അറിവില്ലാതെ തനിക്ക് പരിചയമില്ലാത്ത 9 പേരുകൾ തൻ്റെ വീട്ടഡ്രസ്സിൽ വോട്ടാക്കി ചേർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. പൂങ്കുന്നത്തെ ഒരു ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിലെ 4Cയിൽ താമസിക്കുന്ന പ്രസന്നയായിരുന്നു ഇത്തരമൊരു ആക്ഷേപം ഉയർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ രീതിയിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വരവൂർ പഞ്ചായത്തിലെ വോട്ടറായിട്ടുള്ള RSSന്റെ നേതാവും കുടുംബവും ഇത്തരത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ അന്യായമായി വോട്ട് ചേർത്തു എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഷാജി വരവൂരാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തുള്ള ഷാജി വരവൂര്, ഭാര്യ ദീപ്തി, അമ്മ എന്നിവർ ഇത്തരത്തിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. ഷാജിക്കും കുടുംബത്തിനും തൃശ്ശൂരും ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞതിന് പിന്നാലെ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഷാജിയും കുടുംബവും പേര് മാറ്റിയിട്ടുണ്ട്, പേര് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് RSS BJP നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ വോട്ട് ചേർക്കലാണ് എന്നതിലേക്കാണ് തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, അന്നത്തെ NDAയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിയും ഭാര്യ റാണി, ഇവർക്ക് രണ്ടുപേർക്കും സമാനമായ രീതിയിൽ തൃശ്ശൂരും കൊല്ലത്തും വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തമായ മറുപടി നൽകാൻ BJP നേതൃത്വമോ സുരേഷ് ഗോപിയോ തയ്യാറായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ 60,000-ഓളം വോട്ടുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP അവകാശപ്പെട്ടിരുന്നത് 60,000-ഓളം വോട്ടുകൾ തങ്ങൾ ചേർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്തരത്തിൽ ചേർത്തിയ വോട്ടുകളെല്ലാം കള്ള വോട്ടുകളാണോ എന്ന രീതിയിലുള്ള ആക്ഷേപമാണ് അല്ലെങ്കിൽ സംശയമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 4Cയുമായി ബന്ധപ്പെട്ട് 4Cയിൽ ചേർത്ത 9 വീടുകളിൽ 9 വോട്ടുകളിൽ 1 BJPയുടെ സ്ഥാനാർത്ഥി കൂടി NDAയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ആയിരുന്നു അതിലൊരു വ്യക്തി എന്നാണ് പറയുന്നത്. അതായത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണ് ഇതെന്നാണ് സംശയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നുണ്ട്. CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം നടന്നിരുന്നു. വൻ ജനപങ്കാളിത്തമാണ് പ്രതിഷേധത്തിലുണ്ടായിരുന്നത്. അതായത് കൃത്യമായിട്ട് നാട് മുഴുവൻ ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രതികരണവും നടത്താൻ കേന്ദ്രമന്ത്രി തയ്യാറായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും BJP നടത്തിയിട്ടുള്ള ഈ വോട്ട് തട്ടിപ്പ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. തുടർ ദിവസങ്ങളിലും കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അസിത, വിവരങ്ങൾ നൽകിയത്.